പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വന്നതോടുകൂടി അതിരൂക്ഷമായ വിമർശനമാണ് പല ജില്ലാ കമ്മിറ്റികളിലും CPM-ന്റെ ജില്ലാ കമ്മിറ്റികളും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് കൊല്ലം, അതുപോലെ തന്നെ കണ്ണൂര്, എറണാകുളം, പത്തനംതിട്ട പല ഭാഗത്തുനിന്ന് വരുന്നത്. അതിൽ എസ്പെഷ്യലി ഞാൻ നോക്കിയപ്പം കൊല്ലത്താണ് അതിരൂക്ഷമായിട്ട് വരുന്നത്. ഏകാധിപത്യ പ്രവണത കൊണ്ടാണ് തോറ്റത് എന്നുള്ളതും പലതരത്തിലുള്ള ഇതിൽ വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് തോറ്റത്? ഇപ്പൊ ഇങ്ങനെ അതിശക്തമായ വിമർശനം വരുമ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥലം തിരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഒട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരും എന്നതാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറേയധികം ആളുകൾക്ക് സഹായകരമായി മാറും. പ്രത്യേകിച്ച് ബി ജെ പിക്ക് അത് വലിയ രീതിയിലുള്ള ഒരു സഹായകരമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. ഇപ്പൊ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരികയാണെങ്കിൽ അത് BJP-യുടെ പ്രതിപക്ഷ നേതാവ് വരുന്നതിന് തുല്യമായിട്ട് മാറുമെന്നാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു വിമർശനം. അവർ പറയുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമുണ്ട്. 62 വയസ്സുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിന് VD സതീശൻ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ അനാരോഗ്യനായിട്ടുള്ള ഒരാളെ പ്രതിപക്ഷ നേതാവാക്കി ഇരുത്തുക എന്ന് പറയുന്നത് ജനങ്ങളെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന വിമർശനം. നമ്മൾ ഈ കാര്യം നേരത്തെ പറഞ്ഞതാ. ഈ ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വരികയാണെങ്കിൽ BJP-യെ സഹായിക്കാനാണ് അല്ലെങ്കിൽ അത് BJP-യെ സഹായിക്കുമെന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തുറന്നിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് കണ്ണൂര്, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ കോഴിക്കോട് തുടങ്ങിയ ജില്ലാ കമ്മിറ്റി തോൽവിക്ക് ശേഷം അവരിപ്പം ഇത്തരം സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് കൂടിയിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇപ്പം തളിപ്പറമ്പും പയ്യന്നൂരും പോലുള്ള വിഷയങ്ങൾ കാര്യമായ രീതിയിൽ പരിഗണിക്കാനായിട്ട് അതിന് വേണ്ട ശ്രദ്ധ കൊടുത്തില്ല. അതിന്റെ കാരണത്താലൊക്കെയാണ് കണ്ണൂരടക്കം, ധർമ്മടത്തടക്കം വലിയ പരാജയങ്ങൾ, പിണറായി വിജയൻ അടക്കം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയോ രീതിയിൽ കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായത് ഈ കാരണത്താലാണെന്ന് പറയുന്നു. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇതൊക്കെ പഠിക്കാനായിട്ട് ഇപ്പോഴും പാർട്ടി തയ്യാറാവുന്നുണ്ടോ, തിരുത്താനായിട്ട് പാർട്ടി തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം. ഇപ്പൊ MA ബേബി പറഞ്ഞത് എന്താണ്? സഖാക്കൾക്ക് തുറന്നടിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു പ്രതികരണം അദ്ദേഹം നടത്തുകയുണ്ടായി. പക്ഷെ ഇപ്പോഴും പിണറായിയെ സംരക്ഷിക്കുന്ന, പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന കുറേയധികം പാർട്ടിക്കാരുണ്ട്. തോൽവിയെ ഇപ്പോഴും പരിഗണിക്കാത്ത, അല്ലെങ്കിൽ ജനങ്ങളാണ് വിഡ്ഢികൾ, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിയും വിവരവുമില്ല, ജനങ്ങൾ വെറും മണ്ടന്മാരാണ്, അതുകൊണ്ടാണ് CPM-ന് തോൽക്കേണ്ടി വന്നത് എന്ന ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും വെച്ച് പുലർത്തുന്ന കുറേയധികം പാർട്ടിക്കാരുണ്ട്. ഉടുമ്പൻചോലയിലെ MM മണി അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വിഡ്ഢികളാണ് ജനം, അതുകൊണ്ടാണ് CPM-ന് തോൽക്കേണ്ടി വന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സംഭവിച്ചപ്പോൾ എന്താണ് MM മണി പറഞ്ഞത്? നക്കിയിട്ട് പെൻഷൻ മൊത്തം കൊടുത്ത് അത് നക്കിയിട്ട് ജനങ്ങൾ നമ്മളെ പറ്റിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് MM മണി പ്രതികരണം നടത്തിയിരിക്കുന്നത്. ബുദ്ധിജീവിയായിട്ടുള്ള M സ്വരാജ് എന്താണ്? അദ്ദേഹവും ഈ അനർഹമായിട്ടുള്ളൊരു തോൽവിയാണ് LDF-ന് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പോലും പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായത്. അതായത് ജനങ്ങൾ അരാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ച് ജനങ്ങൾക്ക് വിഡ്ഢികളാണ്, ജനങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളാണ് ബുദ്ധിമാൻ, ഞങ്ങളാണ് സംഭവം, ജനങ്ങളൊക്കെ വിഡ്ഢികളാണ്, അതുകൊണ്ടാണ് CPM-ന് സംഭവിച്ച തോൽവി എന്ന് പറയുന്ന ഈ ധിക്കാരം ഉണ്ടല്ലോ, ഇത് ഇവർ മാറ്റാടുത്തിടത്തോളം കാലം ഇനി CPM-ന് ഒരു തിരിച്ച് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് ഈ UDF-ന്റെ ഈ വിജയം യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം CPM-ൽ തന്നെ പല ആൾക്കാരും പറയാൻ, പ്രത്യേകിച്ച് കൊല്ലത്തിൽ പറഞ്ഞത് അയ്യപ്പ സംഘമൊക്കെ വളരെ രീതിയിൽ നെഗറ്റീവായിട്ട്, പ്രത്യേകിച്ച് CPM പോലത്തെ ഒരു പാർട്ടി ചെയ്യേണ്ട കാര്യമല്ല ഇത് ചെയ്തത് എന്നുള്ളതൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, തളിപ്പറമ്പും പയ്യന്നൂരും ഉത്തര മലബാറിൽ മൊത്തം വ്യാപിച്ചു എന്നുള്ള സാധനം അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് പറഞ്ഞത്, മൊത്തം വ്യാപിച്ചു. അതുകൊണ്ടാണ് മലബാറിൽ ഇത്ര വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായത് എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്താ പറയാ, പിണറായി വിജയനെ പ്രതിപക്ഷ ആകുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ പ്രശ്നം, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലൊക്കെ നേതൃത്വം മുഴുവനായിട്ട് മാറണം എന്നുള്ളതും, അതുപോലെ തന്നെ പിണറായി വിജയന്റെ വാർദ്ധക്യം, ആളിപ്പം സതീശനോട് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു ആരോഗ്യത്തിലല്ല. ഇതേ വിഷയം എനിക്ക് തോന്നുന്നു കൊല്ലം കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതിലും രൂക്ഷമായിട്ടാണ് കോഴിക്കോട് CPM-ന്റെ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത്രത്തോളം വാർദ്ധക്യം നിന്ന ഒരാൾ
സതീശനായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കാൻ പാടില്ല എന്നുള്ളതും അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതും പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഇപ്പൊ ശ്യാമളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവര് ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ ഗോവിന്ദൻ എപ്പോഴൊക്കെ മാധ്യമങ്ങളെ കാണുന്നു അപ്പോഴൊക്കെ 100 വോട്ട് പാർട്ടിക്ക് കുറയും എന്ന കാര്യം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അങ്ങനത്തെ ഒരു വിമർശനം ഉയരുകയുണ്ടായി. അപ്പൊ അടിയന്തരമായിട്ട് പാർട്ടി സെക്രട്ടറിയെയും പ്രതിപക്ഷ നേതാവിനെയും മാറ്റണം എന്നൊരു ആവശ്യമാണ് അവര് ഉന്നയിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണ്, ഈ നമ്മുടെ ഗോവിന്ദൻ മാഷ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അടിത്തട്ടില് വലിയ രീതിയിലുള്ള അപമതിപ്പാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതൊന്നും നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല തുടങ്ങിയ വിഷയങ്ങളുണ്ട്. അതേപോലെ തന്നെ കാര്യമായ രീതിയിൽ വിവാദങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി ഒരു ക്രൈസിസിലാകുമ്പോൾ അതിനെ ഏത് രീതിയിലാണോ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകേണ്ടത്, അതാണല്ലോ പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രധാന കർത്തവ്യം, ചുമതല എന്ന് പറയുന്നത്. അതിന് ഭൗതികപരമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ശേഷിയും MP ഗോവിന്ദൻ ഇല്ല എന്നത് ഇതിനോടകം തന്നെ പല ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ സ്ഥാനത്തിന് ആര് വരും എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് P ജയരാജന്റെയാണ്. കണ്ണൂരിൽ നിന്ന് P ജയരാജൻ ആ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് നേതൃപാഠവുമുണ്ട്, ഒരു സംഘടനയെ ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, കരുത്തുണ്ട്, ആളുകള് കൂടെ ചേർത്ത് നിർത്താനുള്ള പവറുണ്ട്. കണ്ണൂരിന്റെ ചന്താകരം. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ അധികം കാരണങ്ങൾ കൊണ്ട് P ജയരാജനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്വരാജിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കുറെ അധികം ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ കണ്ണൂർ ജില്ലയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉയരുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പം ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് പിണറായി വിജയന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇത്രയും ഈ തോൽവി വലിയ ഡയലോഗ് അടിച്ചിട്ട് പോയതാ. ഏത് ഡയലോഗ്? അതായത് ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കടാ എന്നുള്ള രീതിയിലുള്ള ഡയലോഗും അതോടൊപ്പം തന്നെ കുറെ അധികം ഡാഷ് മോനെ, ദേവന്ത, കൊല്ലം ജില്ലാ കമ്മിറ്റി അതും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതും ഏത് ജനങ്ങൾ പോളിംഗ് ബൂത്ത് പോയിട്ടില്ല, അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടിൽ പോയി ചോദിക്കടാന്ന് പറയുന്ന ധിക്കാരം കലർന്നിട്ടുള്ള പ്രതികാരം. പ്രായത്തിന്റെ വിഷയമായിരിക്കും, പ്രായത്തിന്റെ കുഴപ്പമായിരിക്കും, എങ്കിലും സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അത്രയും പ്രതിപക്ഷ നേതാവ്, നമ്മളെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? ലജ്ജയും നാണക്കേടും തോന്നുക ചെയ്യുന്നത്, ലജ്ജയും നാണക്കേടും. ഇങ്ങനെയാണോ ഒരാൾ വീട്ടിൽ പോയി ചോദിക്കുക? ഇങ്ങനെയാണോ ഒരാൾ പ്രതികരിക്കേണ്ടത്? അതിനുള്ള ഇപ്പം കറക്റ്റായിട്ടുള്ള മറുപടിയാണ് ജനം കൊടുത്തത്. അപ്പൊ ഇത്തരം ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളൊരു രാഷ്ട്രീയ നേതാവിനെ ഇനി വേണ്ട. അതും പ്രധാനപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് അത്രയും ജനങ്ങളുടെ പൾസ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് പ്രതികരിക്കേണ്ട, പെരുമാറേണ്ട ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആർക്ക് പറ്റുമോ? പിണറായി വിജയന് സാധിക്കുമോ എന്നാണ് അവരുടെ പാർട്ടിയിൽ നിന്ന് പോലും ആളുകൾ ഇപ്പം ചോദിക്കുന്നത്. ഇപ്പോ ഡാഷ് മോനെ, രേവന്തിയും അതോടൊപ്പം തന്നെ വീട്ടിൽ പോയി ചോദിക്കടാന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ കൈയടിച്ച മാസടാ എന്ന് പറഞ്ഞിട്ട് കൈയടിച്ച കുറെ വിഡ്ഢികളുണ്ട്, കുറേയധികം വിഡ്ഢികളുണ്ട്. ജൻസിയിലടക്കം അത്തരത്തിലുള്ള വിഡ്ഢികളുണ്ട്. ഇതെന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്നത്. ഇങ്ങനെയുള്ള കുറേയധികം വിഡ്ഢികളാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ തോൽപ്പിച്ചത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള കുറേയധികം വിഡ്ഢികളാണ് ഇപ്പോഴും പിണറായി എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്. ഇവരൊന്നും യഥാർത്ഥത്തിലുള്ള പാർട്ടിക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല. ഇങ്ങനെയുള്ള കുറേയധികം ആളുകളാണ് ഭാവിയിൽ ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഒരു പ്രധാന അസറ്റ്, ഒരു മുതൽക്കൂട്ടായിട്ട് മാറാനും പോകുന്നത്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. LDF വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ ആഗ്രഹിച്ചവരൊക്കെ ഭാവിയിൽ BJPയുടെ വലിയൊരു അസറ്റാണ്, മുതൽക്കൂട്ടാണ്. ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം, ഒരുപാട് കേസുണ്ട് പിണറായി വിജയനെതിരെ. ലാവ്ലിൻ കേസുണ്ട്, എക്സാലോജിക്കൽ കേസുണ്ട്, ഇപ്പം CMRL കേസുണ്ട്. അങ്ങനെ ഒരുപാട് കേസ് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഇത് പലതും സെൻട്രൽ ഗവൺമെന്റ് കയ്യിലാണ്, പലതും സ്റ്റേറ്റ് ഗവൺമെന്റ് കയ്യിലാണ്. ഇത്തരത്തിൽ വരുമ്പം ഒരു സേഫായ പൊസിഷൻ എപ്പോഴും വേണം. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഒരു ക്യാബിനറ്റ് പദവി, ഇപ്പോൾ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരു ക്യാബിനറ്റ് പദവിയാണ്. അത്തരത്തിലൊരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒരു പരിധി വരെ മേത്തോട്ട് വരാണ്ട് തടി വരാൻ പറ്റും.
എനിക്ക് തോന്നുന്നു ഇതൊരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്ത് തൂങ്ങി നിൽക്കാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടുകൂടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? മാറിക്കൊടുക്കണം. അദ്ദേഹം മാറി നിൽക്കുക എന്നുള്ളതാണ്. പ്രായം കൂടുന്തോറും ആളുകൾക്ക് വിവേകവും വിവരവും കൂടേണ്ടതാണ്. പക്ഷെ ഇവിടെ ചില ആളുകൾക്ക് പ്രായം കൂടുന്തോറും ധിക്കാരവും ധാർഷ്ട്യവും ഈഗോവും ആണ് വർദ്ധിക്കുന്നത്. വാർദ്ധക്യം വരുമ്പോൾ ഈ പ്രശ്നം വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ അച്ചുമാമന് പോലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വയം മാറി കൊടുക്കേണ്ട ചെയ്ത് അച്ചുമാമനെ പറ്റി ഒഴിവാക്കിയെന്തുകൊണ്ടാ? വാർദ്ധക്യം വന്നു, പലപ്പോഴും നാക്കുപിഴ സംഭവിക്കുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അച്ചുമാമനെ ഒഴിവാക്കിയത്. അപ്പൊ ഇതേ സംഭവം ഇപ്പൊ പിണറായി വിജയൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. വാർദ്ധക്യം എല്ലാവർക്കും വരും. ഈ സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വരുന്ന കാര്യമാണ്. അങ്ങനെ സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാറി നിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ടി ഇടപെട്ടുങ്ങാണ്ട് മാറ്റി നിർത്തുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. പക്ഷെ പാർട്ടിയുടെ പിണറായി ആണല്ലോ എങ്ങനെ മാറ്റി നിർത്തുന്നത്? അത് മൊത്തം ഏകീകരിച്ച് പോയി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദന് പോലും പിണറായിയുടെ ഒരു പപ്പറ്റ മാത്രമാണ്. ഇയാൾ എന്ത് പറയുന്നു അതേ അവിടെ നടക്കുള്ളൂ. അപ്പൊ മൊത്തം ഒരാളിലേക്ക് ഏകീകരിച്ചതിന്റെ പ്രശ്നമാണ് ഇപ്പൊ നിലവിൽ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ PBയിൽ നിന്നടക്കം 5 പേരോളം അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് അവരും അതിനൊപ്പം നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും അജ്ഞാനുവർത്തികൾ പിണറായിക്കുണ്ട്. അപ്പൊ അതിന്റെ പവർ അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെയാണ് ഒരുപാട് പേര് അനുകൂലിച്ചത്, വരട്ടെ എന്നുള്ളത്. പുതുമുഖങ്ങൾക്ക് ഇപ്പൊ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ ആരുള്ളത്? മുഹമ്മദ് റിയാസ് ഉണ്ട്, പിന്നെ ബാലഗോപാൽ ഉണ്ട്, പിന്നെ അതല്ലാണ്ട് ജയിച്ച മറ്റു കുറെ അധികം MLA മാരും ഉണ്ട്. അപ്പൊ അവരെ ആരെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു ധീരത, എന്നിട്ട് പുറകിൽ നിന്ന് കളികളും തന്ത്രങ്ങളും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ഒരാളാണ് ആര്? പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇത്രയും നാളെ എന്തൊക്കെ വിമർശനങ്ങളാണോ അദ്ദേഹത്തിന് മേലും പാർട്ടിക്ക് മേലും രൂപപ്പെട്ടിരിക്കുന്നത്, അതൊന്നും തിരിച്ചറിയാതെ വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും എന്നല്ല, അങ്ങനെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അവമതിപ്പിന്റെ കാര്യം തന്നെയാണ്. അത് ഏത് രീതിയിലൊക്കെ പ്രതിസന്ധികളാണ് ഈ പാർട്ടി ഇനി നേരിടാൻ പോകുന്നത് നമുക്ക് അറിയില്ല. ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ പ്രതിപക്ഷ നേതാവും ആയി തീരുവോ എന്നുള്ളത് കണ്ടറിയാം. കാരണം ഭാവി BJPയുടേതാണ്.